അതിന് വേണ്ടതായിട്ട് നമ്മൾ അതിൽ ചെയ്യുന്ന മെയിൻ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് നമ്മൾ ത്രൂ ഔട്ട് ദി പ്രൊസീജിയർ നമ്മൾ അസൈൻമെൻറ്റ്സും ആസ് വെൽ ആസ് ലൈവ് പ്രൊജക്ട്സിലും കൂടെ സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ ദ നെക്സ്റ്റ് ടൈം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻകൗണ്ടർ ചെയ്യുമ്പോഴേക്കും ഹി ഓർ ഷീ വിൽ ബി ഏബിൾ ടു സോൾവ് ദാറ്റ് വെരി ഈസിലി. നമ്മൾ ഒരു വൈറ്റ് കോളർ ജോബ് പരമായിട്ടുള്ള ജോബിലോട്ട് നമ്മൾ ആസ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ റെഡി ആയിരിക്കണം. അതായത് അതിന് വേണ്ടി നമ്മൾ പാഷനേറ്റ് ആയിരിക്കണം, പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡി ആയിരിക്കണം. സോ ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഒരു മെയിൻ എഫക്റ്റ് വരാൻ വേണ്ടി പോകും. നമ്മൾ അതിന് വേണ്ടി അപ്സ്കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും. സോ മെജോറിറ്റി ഓഫ് ദ കേസസ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴേക്കും ആ കോഴ്സ് ഓഫർ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കാം എന്നുള്ള രീതിയിലായിരിക്കുള്ളൂ കൂടുതലും പറയുക. ബട്ട് ആ സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കാം എന്ന് പറയുമ്പോഴേക്കും ആ സോഫ്റ്റ്വെയർസ് ടെക്നിക്കലി സൗണ്ടായിട്ട് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, സ്ട്രക്ചറൽ ഡിസൈനിങ് പരമായിട്ട് നമ്മൾ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ETABS എന്ന സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്യുമ്പോൾ, സോ ആ സോഫ്റ്റ്വെയറിൽ ഓഫ് കോഴ്സ് ആ സോഫ്റ്റ്വെയർ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ജസ്റ്റ് ഒരാൾക്ക് നോർമലി യൂസ് ചെയ്യുന്ന ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ആ ടൂൾസൊക്കെ പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, അത് ടെക്നിക്കലി വിത്ത് അലൈനിങ് ടു കോഡൽ പ്രൊവിഷൻസ്, പ്രോപ്പറായിട്ടുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അതെങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ആക്ച്വലി എൻട്രിയിലൂടെ സ്ട്രക്ചറൽ ഡിസൈനിങ് ഉള്ള കോഴ്സിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. സ്ട്രക്ചറൽ ഡിസൈനിങ് മാത്രമല്ല ഏതൊരു കോഴ്സും ആയിക്കോട്ടെ. സോ നമ്മൾ കുറച്ചും കൂടി ടെക്നിക്കലി അപ്സ്കിൽഡ് ആവാനായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ കോഴ്സ് എടുക്കുന്നത്. സോ അതിന് വേണ്ടതായിട്ട് നമ്മൾ അതിൽ ചെയ്യുന്ന മെയിൻ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് നമ്മൾ ത്രൂ ഔട്ട് ദി പ്രൊസീജിയർ നമ്മൾ അസൈൻമെൻറ്റ്സും ആസ് വെൽ ആസ് ലൈവ് പ്രൊജക്ട്സിലും കൂടെ സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് അസൈൻമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസും നമ്മൾ കോഴ്സിൽ ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് ഇപ്പോൾ എന്തൊരു സെഷൻ ആയിക്കോട്ടെ, വെദർ ഇറ്റ്സ് ഡിസൈനിങ് സെഷൻ, വെദർ ഇറ്റ്സ് മോഡലിംഗ് സെഷൻ, വെദർ ഇറ്റ്സ് സോഫ്റ്റ്വെയർ സെഷൻ, ഏതൊരു സെഷനാണെങ്കിലും ശരി, ആ ഒരു ഹൂവർ ഇസ് ദ യൂസർ, ആ യൂസറിന് അത് ജസ്റ്റ് ആ വീഡിയോ കണ്ടുകൊണ്ട് മാത്രമല്ല, ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രമല്ല, ബെനിഫിറ്റ് കിട്ടണം എന്നാണെങ്കിൽ ഹീ ഷുഡ് വർക്ക് ബൈ ഹിംസെൽഫ്. ആ ഒരു പുള്ളി തന്നെ, ഐ മീൻ ഹൂവർ ഇറ്റ് ഇസ് വർക്കിംഗ്, ആ യൂസർ തന്നെ പ്രോപ്പറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ സെഷനിൽ എടുക്കുന്ന കാര്യങ്ങൾ ഒരു അസൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് എഗെയിൻ ഹി ഓർ ഷീ ഈസ് റീവർക്കിംഗ് ഓൺ ദാറ്റ് പ്രൊജക്ട് ഓർ എനി പെർട്ടിക്കുലർ ഡിസൈൻ രണ്ടാമത് ചെയ്തുകൊണ്ടായിരിക്കുള്ളൂ അവിടെ കൂടുതൽ അപ്സ്കില്ലിങ് വരാൻ വേണ്ടി പോകുന്നത്. സോ ദ നെക്സ്റ്റ് ടൈം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻകൗണ്ടർ ചെയ്യുമ്പോഴേക്കും ഹി ഓർ ഷീ വിൽ ബി ഏബിൾ ടു സോൾവ് ദാറ്റ് വെരി ഈസിലി. ദെൻ കമ്മിങ് ടു ലൈവ് പ്രൊജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ എന്തൊക്കെ ഡിസൈനിങ് പഠിച്ചു, ആ കോഴ്സിൽ നിന്ന് പഠിച്ചു എന്നല്ല, നിങ്ങൾക്ക് പേഴ്സണലി ഒരു പ്രൊജക്റ്റ് A to Z നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിപ്പോൾ ഡിസൈനിങ് ആയിക്കോട്ടെ, കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ്സ് ആയിക്കോട്ടെ, കോഡൽ പ്രൊവിഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് കിട്ടുക. നിങ്ങൾ ഇത് ഓരോന്നും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ ഒരു ഫുൾ ബിൽഡിങ്ങിൻ്റെ A to Z നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്ലാനിങ് മുതൽ അതിൻ്റെ ഡ്രോയിങ്സ് എക്സിക്യൂഷൻ വരെ എന്നുള്ള രീതിയിൽ എന്താണ് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത് ആസ് എ ഡിസൈനർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള അപ്സ്കില്ലിങ് കിട്ടുന്നൊരു ഫേമിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ പ്ലേസ്ഡ് ആവേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. സോ whenever you are choosing a course, okay, you need to choose the proper course where everything is covered. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സോഫ്റ്റ്വെയർ സ്കിൽസും പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ നോളജസും ആസ് വെൽ ആസ് പ്രോപ്പറായിട്ടുള്ള കോഡ് കൺസിഡറേഷൻസും എല്ലാം ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ കോഴ്സിൽ നമ്മൾ അതേ രീതിയിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈച്ച് സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ഫ്രം ദി ബേസിക്സ് ടു ദി മാക്സിമം ലെവൽ. നമ്മളവരെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻഡിവിജ്വലിന് സ്വന്തമായിട്ട് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ആക്ച്വലി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സോ താങ്ക് യു സോ മച്ച്.